പിന്നെ ഇവിടുത്തെ മൗദൂദികളുടെ ഒരു കോമഡി കൂടി പറയാനുണ്ട് ഇതിനൊപ്പം. കാരണം ഈ റിസൾട്ട് വന്നതിന് ശേഷം, ബംഗ്ലാദേശിലെ റിസൾട്ട് വന്നതിന് ശേഷം വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും പിന്നെ ഇവിടുത്തെ മൗദൂദികളൊക്കെ. കാരണം അവരെ സംബന്ധിച്ച് അവരൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ മീഡിയ വണ്ണിലൊക്കെ വലിയ സ്റ്റോറീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. വീരോചിതമായുള്ള വിജയം, ബംഗ്ലാ ജനതയുടെ ഇതിഹാസ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാനും പറയാനൊക്കെ ഇരുന്നതാണ്. ഇപ്പോൾ സി ദാവൂദിൻ്റെ ആ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ വല്ലാത്തൊരു വിഷമം ഇങ്ങനെ തളം കെട്ടി നിന്നിരുന്നു. എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. എന്തായാലും നന്നായി, കാരണം ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ അധികാരത്തിൽ വരാത്ത നന്നായി എന്ന് പറഞ്ഞിട്ട് നെടുവീർപ്പൊക്കെ ഇടുന്ന കണ്ട്. അതായത് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരികയാണെങ്കിൽ അവിടെ ഒരു ഓട്ടോ ഇടിച്ച് ആരെങ്കിലും മരിച്ചാൽ പോലും ഇവിടെ സതീശനും ജമാഅത്ത് ഇസ്ലാമിക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടൊക്കെ കൂട്ടി കലർത്തിയിട്ടൊക്കെ എന്തൊക്കെയോ പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നല്ല വിഷമമുണ്ട്. പിന്നെ അതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ദാവൂദ് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിൽ സംഘടിതമായിട്ട് നടക്കുന്ന ന്യൂനപക്ഷ വേട്ട, ഹിന്ദു വംശഹത്യ, അതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് ലാഘവൽക്കരിച്ചിരിക്കുകയാണ് അയാൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ഓട്ടോ ഇടിച്ച് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ പോലും ഇവിടെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത്. അതായത് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ആരെ വേണമെങ്കിലും അല്ലെങ്കിൽ അവിടെ ഹിന്ദു വംശഹത്യ നടത്താം, അതൊക്കെ വളരെ ഓക്കെയാണ്. പലസ്തീനിലെ വിഷയം വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ശബ്ദിക്കുള്ളൂ എന്നുള്ള രീതിയിൽ അവിടുത്തെ ഹിന്ദുക്കളുടെ മരണത്തെ വളരെ സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. കാരണം ഓട്ടോ ഇടിച്ച് മരിച്ചാൽ പോലും ഇവിടെ ഉത്തരം പറയേണ്ടി വരുന്നു. അവിടെ ഓട്ടോ ഇടിച്ചിട്ടല്ല ഹിന്ദുക്കൾ മരിക്കുന്നത്, സംഘടിതമായിട്ട് കൊല്ലുകയാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്റർനാഷണൽ മീഡിയ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൗദൂദികളുടെ ഉള്ളിലിരിപ്പ്.